ഹലോ, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പം ഇന്ന് ഞാൻ റീസെൻ്റ്ലി ഇന്നലെ മിനിഞ്ഞാന്നായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡ്യൂട്ടി വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ ഇട്ടു. പക്ഷെ അതിന് എൻ്റെ ലോങ് വീഡിയോക്ക് അത്യാവശ്യം റീച്ച് അങ്ങനെ കിട്ടുന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഡ്യൂട്ടി വ്ളോഗ് ഒന്നും കൂടി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ജസ്റ്റ് ഡ്യൂട്ടി വ്ളോഗ് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ എടുക്കാം കേട്ടോ, വെറുതെ ഒന്ന് തോന്നിയ മാതിരി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണ വീഡിയോസ്. നമ്മുടെ ഡ്യൂട്ടി പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും എന്തൊക്കെയാണ് ഡയാലിസിസ് സംഭവിക്കണമെന്നുള്ളതും അങ്ങനെ പ്രത്യേകിച്ച് പേഷ്യൻസും കാര്യങ്ങളും അവരെ ഒരു ജേണി എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടാവേ. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, സാധാ വരുന്ന പോലെ തന്നെ ഡയാലിസിസിന് പേഷ്യൻസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പം ഇന്ന് ഈവനിങ് 5 സ്റ്റാഫുള്ളൂ. നോർമലി 6 സ്റ്റാഫൊക്കെ ഉണ്ടാവലുണ്ട്. സ്റ്റാഫ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ പണീൻ്റെ സ്ട്രെസ്സ് കൂടും. അപ്പോൾ ആളെണ്ണം കുറയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ബിസി ടൈമൊക്കെ വരുമ്പോൾ എഫേർട്ട് കൂടാം. പക്ഷേ ഇന്ന് കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റി. നമ്മൾ 10 പേഷ്യൻസിനും അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമുക്ക് ഡയാലിസിസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള സമയം ആയി തുടങ്ങി. കുറേ ടൈം ആകുമ്പോൾ 2 മണിക്കൊക്കെ ഫുഡ് കഴിച്ച് വരുന്നതുകൊണ്ട് ഇവിടുത്തെ പണി കൂടിയൊക്കെ ആകുമ്പോൾ പറ്റ ടയേർഡാകും. അപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കും. അപ്പോൾ അതേപോലെ കുറയ്ക്കാൻ നമുക്ക് ഇന്നും പേഷ്യൻ്റ് എന്തെങ്കിലുമൊക്കെ ചില സമയങ്ങളിൽ പേഷ്യൻ്റ് നമുക്ക് അവരുടേതായിട്ട് രീതിയിൽ എന്തെങ്കിലും കൊണ്ടുതരലുണ്ട്. ഗൈസ്, ഞാൻ മീനാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഷോ വേറെ കാണണം എല്ലാവരും. അപ്പം ഇന്ന് നമുക്ക് അണ്ടിപ്പരിപ്പാണ് കിട്ടിയിട്ടുള്ളത്, കാഷ്യൂ നട്ട്സ്. ഇത് നമ്മളൊരു പേഷ്യൻ്റ് നമുക്ക് കൊണ്ടു തന്നാണേ. അണ്ടിപ്പരിപ്പ് വേണോ? അണ്ടിപ്പരിപ്പ് വേണോ? ഇത് ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പുണ്ട്. ഇത് നമ്മൾക്ക് ഗർഭിണിക്ക് വേണ്ടി സമർപ്പിക്കാം. പ്രഗ്നന്റ് ലേഡി കുട്ടിക്കല്ലതാട്ടോ. ഉദൈഫ വേണോടാ? വേണോ? അലീനക്ക് വേണോ? വാ അലീന. അണ്ടിപ്പരിപ്പ് വേണ്ടവരൊക്കെ എന്നെ സമീപിക്കേണ്ടതാണ്. അയച്ചു കൊടുത്തോ? ഈ പാക്കറ്റ് ഇത്ര കട്ടിയോ? ഉള്ളൊരു സാധനം എത്ര കട്ടിണ്ട്? എന്താ ഇല്ല, ഓഫാക്കിയേ. അണ്ടിപ്പരിപ്പ് വേണ്ടെന്നാ പറയുന്നത്. വേണ്ട, പച്ച റബ്ബെ പാക്കറ്റ് മൊത്തം കൊണ്ടേക്കല്ല. ഇങ്ങോട്ട് തള്ള ഇങ്ങോട്ട് കണ്ട ഗൈസ്, അണ്ടിപ്പരിപ്പ് മൊത്തത്തിൽ എടുത്തോണ്ടേ. ചോദിക്കട്ടില്ലേ? സലാമുപ്പ, സംഭവം സൂപ്പറാട്ടോ. എവിടുന്ന് അണ്ടിപ്പരിപ്പിട്ടേ? ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ആ അല്ല, അങ്ങനെ ഇടക്കിടക്ക് അണ്ടിപ്പരിപ്പ് കൊണ്ടുവരുമ്പോളേ നമുക്ക് ശീലമായി പോവും. ഭാര്യക്ക് വേണ്ടി കൊടുന്ന സാധനങ്ങൾ നമുക്ക് തന്നതേ. ഉദൈഫ് അണ്ടിപ്പരിപ്പിന് വേണ്ടി വരുന്നുണ്ട് ഗൈസ്. റാഞ്ചി കൊണ്ടേ ഇനി എന്നെ ബാക്കി ഉണ്ടാവൂല, ഇനി കിട്ടൂല. ഡാ അങ്ങട്ട് അലീനെ കൊടുക്ക, അലീനെ തല്ലുണ്ടാക്കരുത്. അലീന, അണ്ടിപ്പരിപ്പ് പോയിട്ടാ. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഒരു അണ്ടിപ്പരിപ്പിന് പോലും ഇവിടെ അടിയാവും. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികം ഞാൻ വരെ ആർത്തിയാണ്. അലിനെ കൊടുത്താ കണ്ട, അലിനെ കൊടുക്കണ്ട് മൊത്തം കഴിഞ്ഞല്ലോ റബ്ബേ. അലിനെ എപ്പ വന്ന സാധനം കിട്ടും. ഞാൻ അലീനക്കും കൊടുത്തു. അല്ലാ, ഷാനൊക്കെ ഇട്ടച്ചില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൂടി സ്റ്റാഫ് കൂടി ഉണ്ട് ICUവിൽ. ആൾക്കും കൊടുത്തിട്ടില്ല. ICU സ്റ്റാഫിനെ പല സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും ഗൈസ്.
ചായ കുടിക്കാൻ പോവാം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കടമ്പ ബാക്കി എടുക്കണ്ടല്ലേ. എന്താ കടിയുള്ള അവിടെ? പിന്നെ പിന്നെ ഓക്കെ. അപ്പം എന്നാ പിന്നെ അതൊന്നും വേണ്ട. ഒരു നല്ലൊരു ഹോർലിക്സും ഒരു മുട്ടയും വാങ്ങാം. അതിന് നമ്മളിന്ന് യൂട്യൂബിലിട്ട് വൈറലാക്കുന്നതാണ്. നമുക്ക് തിന്നുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോവാം. അല്ലാതെ വിശക്കണൊക്കെ ഉണ്ട് നല്ലോണം. അണ്ടിപ്പരിപ്പ് തൊണ്ട കുടിക്കും. കുറച്ച് നന്നായിട്ട് വിശക്കുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചടങ്ങ് കണ്ട് തീർക്കണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ പോയി നല്ല കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കാം. എന്നും പൊരുക്കടി ആകുമ്പോൾ മടുപ്പാവും. ഇവിടെ പൊറാട്ട വേറെ വല്ലതും ഉണ്ടോ കഴിക്കാൻ നോക്കാം.